ഇന്നത്തെ യാത്ര കണ്ണകി ക്ഷേത്രം കാണുന്നതിനായിട്ടാണ്. വർഷത്തിലൊരിക്കൽ മാത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുന്ന ഈ ക്ഷേത്രം കാണുന്നതിനായി രാവിലെ 2 മണിക്ക് യാത്ര പുറപ്പെട്ട് 7:30 കുമളിയിൽ എത്തിച്ചേർന്നത്. കുമളിയിൽ നിന്നും ജീപ്പിലോ കാൽനടയായോ 14 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. അതിനായി രാവിലെ 2 മുതൽ ക്യൂ നിന്നാണ് ജീപ്പിൽ കയറിപ്പോകുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ വളരെ വലിയ ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് പാസ് ലഭിക്കുന്നത് എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ എത്ര പേരുണ്ടെന്ന് തിരിച്ചു ചോദിച്ചു. 2 പേരെന്ന് പറഞ്ഞപ്പോൾ അന്നേരം അവിടെ ഉണ്ടായിരുന്ന ജീപ്പിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ക്യൂ നിൽക്കാതെ തന്നെ ജീപ്പിൽ കയറാൻ സാധിച്ചു. ആ ജീപ്പിൽ തന്നെ എൻ്റെ തൊട്ടയൽ ഗ്രാമമായ വളയൻചിറങ്ങരയിലുള്ള കന്നേടിയിൽ ജോലി ചെയ്യുന്നതുമായ അഭിയും മറ്റു 3 കൂട്ടുകാരും ഉണ്ടായിരുന്നു. പെരിയാർ കടുവാ സംരക്ഷണ വനത്തിൻ്റെ നടുവിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇളങ്കോ അടികൾ എന്ന പ്രശസ്തനായ തമിഴിലെ കവി ചിലപ്പതികാരം എന്ന ഇതിഹാസ കാവ്യം രചിച്ചത് കണ്ണകിയുടെ ജീവിതത്തിൻ്റെ കഥയാണ്. ഈ കണ്ണകിയുടെ പേരിലാണ് മംഗളാദേവി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിരിലായിട്ടാണ്. തെന്നി ജില്ലയിലെ പഴയൻകുടിയിൽ നിന്നും 7 കിലോമീറ്ററും തേക്കടിയിൽ നിന്നും 14 കിലോമീറ്ററും ദൂരത്തിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ചേരൻ രാജാവായ ചെങ്കുട്ടുവൻ എന്ന രാജാവാണ് സമുദ്രനിരപ്പിൽ നിന്നും 1337 മീറ്റർ ഉയരത്തിൽ കൊടും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. കണ്ണകിയുടെ ജീവിതം ഒരു വീരേതിഹാസമായാണ് തമിഴ് ജനവിഭാഗങ്ങൾക്കിടയിൽ കരുതപ്പെടുന്നത്. ഒരു കച്ചവടക്കാരൻ്റെ മകളായ കണ്ണകി വലിയൊരു കച്ചവട കുടുംബത്തിൽപ്പെട്ട കോവാലൻ എന്നൊരു ധനികനെ വിവാഹം കഴിക്കുകയും പിന്നീട് കോവാലൻ സുന്ദരിയായ ഒരു നർത്തകിയായ മാധവിയെ കണ്ടുമുട്ടുകയും അവളിൽ ആകർഷണനായ കോവാലൻ കണ്ണകിയെ മറന്ന് മാധവിയോടൊപ്പം ചെയ്യും. എന്നാൽ കോവാലൻ്റെ പണമെല്ലാം ഈ നർത്തകിക്കായി ചിലവാക്കി ചില്ലിക്കാശ് പോലും ഇല്ലാതായപ്പോൾ തൻ്റെ തെറ്റ് മനസ്സിലായ കോവാലൻ തിരികെ കണ്ണകിയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. പിന്നീട് പണം ആവശ്യമായി വന്നപ്പോൾ കണ്ണകി തൻ്റെ വിലയേറിയ പാദസ്വരം ഊരി നൽകി അത് വിറ്റ് പണമാക്കാൻ പറഞ്ഞു. അതുമായി ഒരു തട്ടാൻ്റെ സമീപം എത്തിയ കോവാലൻ്റെ കയ്യിൽ നിന്നും കള്ളനായ തട്ടാൻ സൂത്രത്തിൽ അത് കൈക്കലാക്കുകയും തൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ രാജ്ഞിയുടെ മോഷ്ടിച്ചെടുത്ത പാദസ്വരം ലഭിച്ചു എന്ന് രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. മോഷ്ടാവാണെന്ന് വിശ്വസിച്ച കോവാലനെ ഉടൻ തന്നെ കഴുത്ത് വെട്ടി വധിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ കണ്ണകി ഉടൻ തന്നെ പാണ്ഡ്യരാജ്യത്ത് എത്തി തൻ്റെ പാദസ്വരത്തിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയുകയും തൻ്റെ പാദസ്വരത്തിൻ്റെ മുത്തുകളിൽ വൈഡൂര്യമാണ് എന്ന് പറഞ്ഞ് അത് പൊളിച്ചു കാണിച്ച് തെളിയിക്കുകയും ചെയ്തു. തെറ്റ് മനസ്സിലാക്കിയ രാജാവ് അന്നേരം തന്നെ ഹൃദയം പൊട്ടി മരിക്കുകയും അതിൽ മനനൊന്ത രാജ്ഞിയും ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തു.
എന്നാൽ തൻ്റെ പ്രിയതമൻ്റെ വേർപാടിൽ ദുഃഖിതയും കലുഷിതയുമായ കണ്ണകി മധുര നഗരം കത്തിച്ചാമ്പലാകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെ കത്തിച്ചാമ്പലായ മധുര നഗരത്തിൽ നിന്നും ഈ പെരിയാർ വനത്തിൽ എത്തിച്ചേർന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് ചേര രാജാവായ ചെങ്കുട്ടുവനാണ് ദേവതയായി മാറിയ കണ്ണകിയുടെ പേരിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത്. കുമളിയിൽ നിന്നും മംഗളാദേവിയിലേക്കുള്ള ജീപ്പിലുള്ള യാത്ര കഠിനമാണെങ്കിലും കാഴ്ച വളരെ മനോഹരമാണ്. ചുറ്റുമുള്ള വനങ്ങളും മലമുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന തേക്കടിയുടെയും മുല്ലപ്പെരിയാർ റിസർവോയറിൻ്റെയും കമ്പം മുതലായ തമിഴ്നാട് പ്രദേശത്തിൻ്റെയും വിദൂര കാഴ്ചകൾ വളരെ മനോഹരം തന്നെയാണ്. ഈ കണ്ണകിയുടെ മംഗളാദേവി ക്ഷേത്രം കൂടാതെ മറ്റ് 3 ക്ഷേത്രങ്ങൾ കൂടി ഇവിടെയുണ്ട്. ആദ്യത്തേത് കുറുപ്പുസ്വാമിയുടേതും തൊട്ട് ഇടതുവശത്തായി ശിവന്റെയും പിന്നീട് ഗണപതിയുടെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠകളായുള്ള അമ്പലങ്ങൾ കാണാവുന്നതാണ്. ചിത്ര പൗർണമി ദിവസം പൂജകൾ നടത്തുന്നതിനായി പഞ്ചലോഹത്തിൽ നിർമ്മിതമായ മംഗളാദേവിയുടെ വിഗ്രഹം കമ്പത്തു നിന്നും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാണ് അറിഞ്ഞത്. മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ അടിയിൽ ഒരു ഗുഹ ഉണ്ടെന്നും ഇത് അമ്പല നഗരമായ മധുരയിലുള്ള മീനാക്ഷി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് വിശ്വസിക്കുന്നു. ഏതായാലും വളരെ കാലം മുമ്പേ തന്നെ ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അത്ര വലിയ കാടാണെന്ന് തോന്നുകയില്ല എങ്കിലും കാലങ്ങൾക്ക് മുമ്പ് ഇതൊരു കൊടും കാടായിരുന്നു എന്നത് സത്യമാണ്. വന്യമൃഗങ്ങൾ വസിക്കുന്ന ഈ കൊടും കാടിനുള്ളിൽ എങ്ങനെ ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മിച്ചു എന്നതൊരു അത്ഭുതം തന്നെയാണ്. കാരണം അത്രയും വലിയ കല്ലുകൾ ഈ കൊടും കാട്ടിനുള്ളിൽ എത്തിച്ചു എന്നത് ഇന്നും ഒരു രഹസ്യമായി തന്നെ അവശേഷിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഭക്തജനങ്ങളെ കയറ്റിവിടുന്നില്ല എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ ബന്ധുമിത്രാദികളെയും അകത്തേക്ക് കയറ്റിവിടുന്നുണ്ട് എന്നത് അംഗീകരിക്കാനാവില്ല. എല്ലാവർക്കും തുല്യനീതിയാണ് വേണ്ടത്. അതുപോലെ ക്ഷേത്ര ദർശനത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ക്ഷേത്ര ഭാരവാഹികൾ, ജീവനക്കാർ എന്നിവരുടെയൊക്കെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെയൊക്കെ ക്യൂ നിർത്താതെ തന്നെ ക്ഷേത്ര ദർശനത്തിന് അനുവദിക്കുന്നു എന്നതും നീതീകരിക്കാനാവില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്. പ്രതികരിച്ചാൽ നമ്മൾ കുറ്റക്കാരാകും. അതിനാൽ തന്നെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് പൊതുജനങ്ങൾ എന്നതാണ് സത്യം. പക്ഷേ പൊറുതുമുട്ടിയ ജനങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ പ്രതികരിക്കാൻ തയ്യാറാകും എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ ദർശനവും കഴിഞ്ഞ് 10:30 ഞങ്ങൾ തിരികെ പോരാൻ ജീപ്പിനായി കാത്തുനിന്നെങ്കിലും ഒരു ജീപ്പ് പോലും കാലിയായി വരുന്നത് കാണുന്നില്ല. അവിടെ പാർക്ക് ചെയ്തിരുന്ന ജീപ്പുകൾ സ്വന്തമായി വിളിച്ചുകൊണ്ടുവന്ന ജീപ്പുകളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വന്ന വാഹനങ്ങളോ മാത്രമാണ്. തിരികെ പോകുന്നതിന് ക്യൂ ഇല്ല പോലും. കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് വാഹനം ലഭിക്കുന്നതിന്.
അവസാനം ജീപ്പുകൾ വരുന്ന വഴിയിലേക്ക് ചെന്ന് അവിടെ നിന്നും ആളുകൾ ഇറങ്ങുന്നതനുസരിച്ച് കയറി. അങ്ങനെ 12:30 തിരിച്ച് കുമളിയിലെത്തി. വരും വർഷങ്ങളിൽ മംഗളാദേവി ക്ഷേത്രം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും രാവിലെ പോകാൻ സാധിക്കുന്നോ അത്രയും നേരത്തെ തന്നെ പോകുവാൻ ശ്രമിക്കുക. വാഹനത്തിൻ്റെ പെരുപ്പം കാരണം 14 കിലോമീറ്റർ തിരിക്കാൻ ഏതാണ്ട് 2 മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. രാവിലെ പോയാൽ ആ ഒരു കാലതാമസം ഒഴിവാക്കാനും തിരിച്ചു വരുമ്പോൾ വണ്ടി ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും ഒരു പരിധിവരെ ഒഴിവാക്കാനും സാധിക്കും. ഉച്ച കഴിഞ്ഞ് 2:30 വരെ മാത്രമേ പ്രവേശനമുള്ളൂ എന്നതിനാൽ അതിനനുസരിച്ച് ക്രമീകരണം നടത്തിയില്ല എങ്കിൽ ചിലപ്പോൾ പ്രവേശനം നിഷേധിച്ചേക്കാം. അമ്പലത്തിൽ നിന്നും സൗജന്യമായി വെള്ളവും ഭക്ഷണവും നൽകുന്നുണ്ട് എങ്കിലും അത്യാവശ്യം വേണ്ടുന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും അത്യാവശ്യം മാസ്കുകളാണ്. 3-4 മാസ്കുകൾ അത്യാവശ്യമായി വരും. കാരണം അത്രയും രൂക്ഷമായ പൊടിശല്യം അവിടെ ഉണ്ട്. 1000-ലധികം വാഹനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. മൺറോഡായതിനാൽ പൊടി ഒഴിഞ്ഞിട്ട് ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. കുമളിയിൽ നിന്നും തിരികെ വാളാർഡി ജംഗ്ഷനിൽ നിന്നും ആനക്കുഴി വഴി
ചപ്പാത്തിലെത്തി അവിടെ നിന്നും വാഗമണ്ണിലേക്ക് ചീന്തലാർ വഴി എത്തി പിന്നീട് തൊടുപുഴ കൂടി വീട്ടിലേക്ക് മടങ്ങി. ഇതോടെ കണ്ണകി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.